പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായ മിറാഷ് കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ ക്രൈം ത്രില്ലർ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. പോസിറ്റീവ് റിവ്യൂ. ത്രില്ലിംഗ് അനുഭവം. സിനിമയുടെ രണ്ടാം പകുതി കൂടുതൽ ത്രില്ലിംഗും ആകർഷകവുമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകൾ രണ്ടാം പകുതിയിലുണ്ട്. ആസിഫ് അലിയുടെ പ്രകടനം. അശ്വിൻ എന്ന കഥാപാത്രത്തെ ആസിഫ് അലി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും ചില രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതാണെന്നും പറയുന്നു. സംവിധാനം. ട്വിസ്റ്റുകളും പ്ലോട്ട് ഷിഫ്റ്റുകളും ഉപയോഗിച്ച് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുനയിൽ നിർത്താൻ ജീത്തു ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് റിവ്യൂ. അമിതമായ ട്വിസ്റ്റുകൾ. സിനിമയിൽ ട്വിസ്റ്റുകളുടെ അതിപ്രസരമുണ്ടെന്നും അത് ആസ്വാദനത്തെ സങ്കീർണമാക്കിയെന്നും ചിലർക്ക് തോന്നുന്നു. ചില ട്വിസ്റ്റുകൾ അപ്രതീക്ഷിതമാണെങ്കിലും അവയ്ക്ക് പിന്നിൽ കൃത്യമായ ലോജിക് ഇല്ലെന്ന് വിമർശിക്കുന്നവരുമുണ്ട്. ദുർബലമായ തിരക്കഥ. തിരക്കഥ ദുർബലമാണെന്നും കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര ആഴമില്ലെന്നും ചില റിവ്യൂകളിൽ പറയുന്നു. ആദ്യ പകുതി മന്ദഗതിയിലാണെന്നും ചില ഭാഗങ്ങൾ വിരസമാണെന്നും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപർണ ബാലമുരളിയുടെ പ്രകടനം. അപർണ ബാലമുരളിയുടെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടെങ്കിലും ആ കഥാപാത്രത്തെ പൂർണ്ണമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് ചിലർ പറയുന്നു. മൊത്തത്തിൽ മിറാഷ് ഒരു മികച്ച ത്രില്ലറായിരുന്നിട്ടും അമിതമായ ട്വിസ്റ്റുകളും ദുർബലമായ തിരക്കഥയും സിനിമയുടെ ആസ്വാദനത്തെ ബാധിച്ചുവെന്നാണ് പൊതുവായ വിലയിരുത്തൽ. എങ്കിലും ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും.